Good afternoon all. Okay, അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ ക്ലാസ് അല്ലേ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ICU എന്നൊക്കെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതില് ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്, ഓർമ്മയുണ്ടോ? ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും കംപ്ലീറ്റ് ചെയ്തില്ലേ? കംപ്ലീറ്റ് ചെയ്തായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ, ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് അല്ലെ. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, സ്റ്റാഫിങ്. ഒരു ICU എന്ന് പറയുന്ന ഒരു സെക്ഷനില് സ്റ്റാഫിങ് എങ്ങനെയാണ് നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് 4 സ്റ്റാഫിംഗ് ആണ് വരുന്നത്. അതില് ഫസ്റ്റ് വൺ ഒന്നുകൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലിയർ ആയില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പൊ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ICU നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്, ഓപ്പൺ യൂണിറ്റ് എന്നും ക്ലോസ്ഡ് യൂണിറ്റ് എന്നും. ഫസ്റ്റ് വൺ നോക്കാം, ഓപ്പൺ യൂണിറ്റ്. ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുമ്പോൾ all attending physicians may be admitted and care for patients. അവിടെ അറ്റൻഡ് ആയിട്ടുള്ള ഫിസിഷ്യന്മാരാണ് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഫിസിഷ്യൻ ആണ് ഒരു പേഷ്യന്റിനെ ICUലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് ഓപ്പൺ യൂണിറ്റില്. Then triage decision falls on director of ICU. ഇനി ട്രയേജ് ആയിട്ടുള്ള ഡിസിഷൻസുകളും തീരുമാനങ്ങളും എടുക്കുന്നത്, അതായത് ഇപ്പോ ബെഡിന്റെ അവൈലബിലിറ്റിയോ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഷോർട്ടേജസ് ഒക്കെ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ICU ഡയറക്ടർ ആയിരിക്കും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഓപ്പൺ യൂണിറ്റില് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും കെയർ കൊടുക്കുന്നതും ഫിസിഷ്യൻ ആയിരിക്കും. ദെൻ ട്രയേജ് ഡിസിഷൻസ് എടുക്കുന്നത് ICU ഡയറക്ടർ ആയിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങൾ നോക്കിയാണല്ലോ. ക്ലിയർ ആണോ? ഓപ്പൺ യൂണിറ്റിലെ രണ്ട് കാര്യങ്ങള്, അഡ്മിറ്റ് ആക്കുന്നത് ഫിസിഷ്യൻ ആണ്, ട്രയേജ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ICU ഡയറക്ടർ ആയിരിക്കും. ഓക്കെ, ദെൻ ഇതില് പറയുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ആ ഒരു ഫിസിഷ്യൻ ആണല്ലോ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നത്. ഫിസിഷ്യൻ മേ നോട്ട് ഹാവ് റിസീവ്ഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഫോർ മാനേജിങ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യാനായിട്ട് വലിയ ട്രെയിനിങ്സ് ഒന്നും ലഭിക്കാത്ത ഫിസിഷ്യന്മാരായിരിക്കും ഓപ്പൺ യൂണിറ്റിലുള്ളത്. അതിനാൽ തന്നെ ഓപ്പൺ യൂണിറ്റിൽ വളരെ മോർ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒന്നും ആയിരിക്കില്ല ഓപ്പൺ യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഫിസിഷ്യന് വലിയ ട്രെയിനിങ്സ് ഒന്നും ക്രിട്ടിക്കൽ ഇൽഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നോക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ്സ് ഒന്നും അധികം ഫിസിഷ്യന് ലഭിച്ചിട്ടില്ല. അതാണ് ഓപ്പൺ യൂണിറ്റിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 3 കാര്യങ്ങളാണ് ഓപ്പൺ യൂണിറ്റിലുള്ളത്. ഒന്നാമതായിട്ട് പറഞ്ഞത്, ഫിസിഷ്യൻ ആണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും. ദെൻ ട്രയേജ് ഡിസിഷൻസ് എടുക്കുന്നത് ICU ഡയറക്ടർ ആയിരിക്കും. ദെൻ ഒരു ഡ്രോബാക്ക്, ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഈ ഫിസിഷ്യന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ്സ് ഒന്നും അധികം ലഭിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള. ഓക്കെ, ഇത്രയുമാണ് ഓപ്പൺ യൂണിറ്റിൽ പറയുന്നത്. ക്ലിയർ ആണോ ഓപ്പൺ യൂണിറ്റ്? ഓക്കെ ആണോ? ഈ 3 കാര്യങ്ങൾ മാത്രം അതിൽ പറയുന്നുള്ളൂ. ഓക്കെ, ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കാം. ഓപ്പൺ യൂണിറ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എന്ന് നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം, ക്ലോസ്ഡ് യൂണിറ്റ്. The directors or associates are accountable for all admission and discharge. പേഷ്യൻസിന്റെ അഡ്മിഷനും അതുപോലെ തന്നെ ഡിസ്ചാർജുകളൊക്കെ ചെയ്യുന്നത് ഡയറക്ടേഴ്സും അസോസിയേറ്റ്സ് ഡയറക്ടേഴ്സും ആയിരിക്കും. ICU ഡയറക്ടറും അല്ലെങ്കിൽ അസോസിയേറ്റ്സ്, അവരുടെ കീഴിൽ വരുന്ന അസോസിയേറ്റ്സുമാണ് പേഷ്യന്റിനെ ക്ലോസ്ഡ് യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യുന്നതും ബാക്കി ഡിസ്ചാർജ് പ്രോസസ്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഡയറക്ടറും അസോസിയേറ്റ്സും ആയിരിക്കും. Once the patient is admitted, the unit team takes care of by collaborating with admitting team for efficient patient care. പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം ആ യൂണിറ്റ് ടീം എന്ന് പറഞ്ഞാൽ ICUലുള്ള ഒരുപാട് സ്റ്റാഫുകളുണ്ട്, ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ട്. ആ ഒരു ടീം പേഷ്യൻസിന് കൊളാബറേറ്റ് ചെയ്തിട്ട് ആ ഒരു ടീമിനോട് ചേർന്ന് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോട് കൂടി ചേർന്ന് പ്രവർത്തിച്ചിട്ട് നല്ല രീതിയിലുള്ള പരിചരണം പേഷ്യൻസിന് നൽകുന്നു. Then
Closed units may be helpful for following reasons. Closed units കുറച്ചും കൂടി ഓപ്പൺ യൂണിറ്റിനേക്കാളും ഹെൽപ്ഫുൾ ആണെന്ന്. എന്തുകൊണ്ടാണ്? More timely patient evaluation and treatment initiation. അല്ലെ, ചികിത്സ ആരംഭിച്ചത് തുടങ്ങി കുറേ നേരം more timely evaluation, പേഷ്യന്റിനെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. Then intensivists are specifically skilled in treating critically ill patients. Critically ill patients ട്രീറ്റ് ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഇന്റൻസിവിസ്റ്റും അവിടെ ലഭ്യമാണെന്ന്. അതായത് ക്ലോസ്ഡ് യൂണിറ്റിൽ മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ആരാ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്? ഇന്റൻസിവിസ്റ്റ് അതായത് കാർഡിയോ പൾമണറി വിഭാഗത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനി ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ തന്നെയാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി തെറാപ്പിയിലൊക്കെ നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഇന്റൻസിവിസ്റ്റ്. സോ ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പേഷ്യന്റിന് കൂടുതൽ മോർ ടൈമിൽ കെയർ നൽകുന്നു. ഇന്റൻസിവിസ്റ്റ് അവിടെ ഉണ്ട്. ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിഷ്യൻ ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഫിസിഷ്യന് ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ വളരെ കുറവുമാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ടും ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒന്ന് പഠിച്ചാൽ മതി. ഓപ്പൺ യൂണിറ്റ് ഏതാണ് അല്ലെങ്കിൽ ക്ലോസ്ഡ് യൂണിറ്റ് നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ? ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. രണ്ടും ഒന്ന് വായിക്കണം കേട്ടോ. അപ്പൊ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് വായിക്കാൻ പറ്റും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും ഒന്ന് കമ്പയർ ചെയ്ത് വായിക്കാം. കമ്പയർ ചെയ്ത് വായിച്ചു നോക്കണേ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം കേട്ടോ. അപ്പൊ ക്ലിയർ ആയ എല്ലാവർക്കും ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും? ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ വായിച്ചാല്? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. സ്റ്റാഫിങ്. ഒരു ICUവിനുള്ളിലെ സ്റ്റാഫിങ് എങ്ങനെയാണെന്ന്. മെഡിക്കൽ സ്റ്റാഫ് ഫസ്റ്റ് വൺ ഉള്ളത് മെഡിക്കൽ സ്റ്റാഫ് ആണ്. മെഡിക്കൽ സ്റ്റാഫുകൾ തന്നെ ICU ഇൻചാർജ് ഉണ്ടാകും, ഇന്റൻസിവിസ്റ്റ് ഉണ്ട്. Then ഒരു റെസിഡന്റ് ഡോക്ടേഴ്സ് ഉണ്ടാകാം ICUവിലുള്ള, സീനിയർ ഡോക്ടേഴ്സും ജൂനിയർ ഡോക്ടറും. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് the respiratory therapist is essential part of an ICU team. ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടാവും. അപ്പോ ഒരു ICUവിന്റെ എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നതാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സെക്കൻഡ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. The respiratory therapist is the essential part of an ICU. മൂന്നാമതായിട്ട് പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫുകളെ കുറിച്ചാണ്. ഹൈലി ട്രെയിൻഡ് ആൻഡ് എബോവ് ആവറേജ് കോമ്പിറ്റൻസ്. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള, എന്നാൽ ആവറേജിന് മുകളിലായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ലഭിച്ചിട്ടുള്ള സ്റ്റാഫുകൾ, നഴ്സിംഗ് സ്റ്റാഫുകൾ. Then recommended nurse patient ratio 1:1 or 1:2. nurse patient ratio എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് അല്ലെങ്കിൽ രണ്ട് പേഷ്യന്റിന് ഒരു നഴ്സ്, ഇങ്ങനെയാണ് ഒരു ICUവിന്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, ഒരു പേഷ്യന്റിന്റെ ഒപ്പം ഒരു നഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ രണ്ട് പേഷ്യന്റിന് ഒരു നഴ്സ്. ഓക്കെ, 1:1 or 1:2. ഓക്കെ, ദെൻ ഓക്സിലറി പേഴ്സണൽ. ഓക്സിലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ? മറ്റ് ഹെൽപ്പ് ആയിട്ടുള്ള വ്യക്തികള്. ICU ടെക്നീഷ്യൻ. നമുക്കറിയാം ICUവിനുള്ളില് ഒത്തിരി എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട് ഇല്ലേ? അപ്പൊ അതൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ICU ടെക്നീഷ്യൻസ്. ദെൻ നഴ്സിംഗ് എയ്ഡ്സ്, അതായത് നഴ്സിംഗ് അസിസ്റ്റൻസിന് തന്നെയാണ് കേട്ടോ എയ്ഡ്സ് എന്ന് പറയുന്നത്. നഴ്സിംഗ് എയ്ഡ്സ് ഓർ അസിസ്റ്റൻസ്. വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ് ഉണ്ടാകാം. ദെൻ സ്വീപ്പേഴ്സ് അല്ലേ? ഇതെല്ലാം ICUയുടെ ഭാഗമാണ്. ഇപ്പോ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ലേബർ റൂമിലൊക്കെ ആണെങ്കിലും അവിടുത്തെ ക്ലീനിങ്ങും, അവിടുത്തെ മാത്രം ഏരിയ ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ടാവും, സ്റ്റാഫുകൾ ഉണ്ടാവും ഇല്ലേ? സ്വീപ്പേഴ്സ്. ഓക്കെ, ഇത്രയുമാണ് ഒരു ICUവിലെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. സ്റ്റാഫിംഗ്
മെഡിക്കൽ സ്റ്റാഫ്, റെസിപ്പിറേറ്ററി, നഴ്സിംഗ്, ഓക്സിലറി പേഴ്സണൽ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ സ്റ്റാഫിന്. നെക്സ്റ്റ് വൺ നോക്കാം. രജിസ്ട്രാർ ഇൻ ICU. ICUയിലുള്ള രജിസ്ട്രാറിനെ കുറിച്ചാണ് പറയുന്നത്. One senior resident who becomes registrar, post MD, Doctor of Medicine, will always be on duty. He or she can be consultant later after a few years of attaining experience. Then നോക്കുക, one senior resident, അല്ലെ, ഒരു സീനിയർ റെസിഡന്റ് ആയിരിക്കും. അദ്ദേഹമാണ് ബിക്കം രജിസ്ട്രാർ. അദ്ദേഹം പോസ്റ്റ് MD ആയിട്ടുള്ള ഒരു സീനിയർ ആയിട്ടുള്ള രജിസ്റ്റർ. പോസ്റ്റ് MD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MD എടുക്കുന്നത് ഇപ്പോ ഡോക്ടർ ഓഫ് മെഡിസിൻ സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ കാർഡിയാക്ക് അങ്ങനെ ഏതെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ട് MD എടുത്ത് ചെയ്യുന്നവർ അല്ലെങ്കിൽ MD എടുത്ത് കഴിഞ്ഞ വ്യക്തികൾ, അവരാണ് പിന്നീട് ICUയിലെ രജിസ്ട്രാർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ICUയിലെ കാര്യങ്ങളൊക്കെ മേൽനോട്ടങ്ങളൊക്കെ വഹിക്കുക, അങ്ങനെ ICUയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ICU രജിസ്ട്രാർ ആവുന്നത് പോസ്റ്റ് MD കഴിഞ്ഞൊരു സീനിയർ പ്രസിഡന്റ് ആണ്. വിൽ ഓൾവേസ് ബി ഓൺ ഡ്യൂട്ടി. അദ്ദേഹം എപ്പോഴും ഡ്യൂട്ടിയിൽ ആയിരിക്കും. He or she can be consultant later after a few years of attaining experience. അപ്പോ ഈ ICUയില് രജിസ്ട്രാർ ആയി ഇരുന്നതുകൊണ്ടുള്ള എക്സ്പീരിയൻസിനാണ്, അതായത് ചിലപ്പോ ഒരു 5 years or 6 അങ്ങനെ കൂടുതൽ ഒരുപാട് വർഷം ഈ രജിസ്ട്രാർ ആയിട്ട് ICUയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലേറ്റർ കൺസൾട്ടന്റ് ആയിട്ടും ഇരിക്കാവുന്ന, പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുമല്ലോ, ഡോക്ടർ കൺസൾട്ടന്റ് ആയിട്ടും ഭാവിയിൽ ഇരിക്കാവുന്ന, എക്സ്പീരിയൻസിലൂടെ കൺസൾട്ടന്റ് ആയി മാറാം. ഓക്കെ, ഇതാണ് രജിസ്ട്രാറിന്റെ ICUയിലെ ഫസ്റ്റ് പോയിന്റ്. പോസ്റ്റ് MD കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് രജിസ്ട്രാർ ആയി മാറുന്നത്. ദെൻ ഇപ്പൊ ഒരു ICUയിൽ നമുക്കറിയാലോ, ഇപ്പൊ ഏതൊരു ഫീൽഡിലും നമ്മൾ എക്സ്പീരിയൻസ് അധികം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉയർന്ന പോസ്റ്റിലോട്ട് നമുക്ക് എത്താം, അല്ലേ? അപ്പൊ ICU രജിസ്ട്രാർ ആയിട്ട് അദ്ദേഹം ഒരു എത്രയോ 5 വർഷം അല്ലെങ്കിൽ അബൌ 5 years ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ പിന്നീട് കൺസൾട്ടന്റ് ആയിട്ടും പ്രവർത്തിക്കാവുന്നത്. ഓക്കെ, ദെൻ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് 12 hours ഡ്യൂട്ടി. ജൂനിയർ ഡോക്ടറിന്റെയും അല്ലെങ്കിൽ സീനിയർ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ, സീനിയർ സ്റ്റാഫിന്റെ ആയിട്ടുണ്ടെങ്കിലും ജൂനിയർ സ്റ്റാഫിന്റെ ആയാലും ICU ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 12 hours ആയിരിക്കും. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ 12 hours ആണ്. ഓക്കെ, then next one, the senior resident has the right to start and perform emergency treatment which may be inevitable without the permission. Later consultant must be informed. ഇനി ഈ സീനിയർ റെസിഡന്റിന് സ്റ്റാർട്ട് ചെയ്യാതെ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ സീനിയർ റെസിഡന്റിനെ സ്റ്റാർട്ട് ചെയ്യാം പേഷ്യന്റില്. കാരണം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോ ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് തന്നെ സീനിയർ റെസിഡന്റിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നത്. അവന് പെർമിഷൻ ഒന്നും വേണ്ട. ലേറ്റർ കൺസൾട്ടന്റ് മസ്റ്റ് ബി ഇൻഫോംഡ്. ദെൻ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കൺസൾട്ടന്റിനെ ഒന്ന് ഇൻഫോം ചെയ്താൽ മാത്രം മതിയെന്ന്. അല്ലാതെ അനുവാദം വാങ്ങിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി അദ്ദേഹത്തിന് ട്രെയിൻഡ് ആണല്ലോ. സോ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സീനിയർ റെസിഡന്റിന് നൽകാൻ സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് രജിസ്ട്രാർ ഇൻ ICUയിൽ പറയുന്നത്. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. ദെൻ ജൂനിയർ റെസിഡന്റ് വായിക്കാം. ഇത് പോയിന്റുകൾ അതുപോലെ തന്നെ വായിക്കണം, അത് പഠിക്കണേ. 12 hours ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫിന്റെ ഷിഫ്റ്റ് ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ 12 hours ആണ്. ഓക്കെ,
അതായത് സീനിയർ റെസിഡന്റിനെ, അതായത് നമ്മൾ പറഞ്ഞല്ലോ രജിസ്ട്രാർ എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം ഒരു സീനിയർ റെസിഡന്റ് ആണ് അല്ലേ. അപ്പോ ഈ രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ സീനിയർ റെസിഡന്റിന് എമർജൻസി ട്രീറ്റ്മെന്റ് പേഷ്യന്റിന് കൊടുക്കാവുന്ന, അതിന് മറ്റേ ഫിസിഷ്യന്റെയോ അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ആള് ട്രെയിൻഡ് ആണ് അല്ലേ. അപ്പോ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കാം വിതൗട്ട് പെർമിഷൻ. ദെൻ കൺസൾട്ടന്റിനോട് ഒന്ന് ഇൻഫോം ചെയ്യാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കാം, ജൂനിയർ റെസിഡന്റ് ഇൻ ICU. One doctor in training during post-graduation will be on duty in unit day and night. അപ്പൊ യൂണിറ്റ് ഒരു ദിവസത്തില് ഡേ ആൻഡ് നൈറ്റിൽ എപ്പോഴും ഒരു ഡോക്ടർ ട്രെയിനിങ് ആയിരിക്കും, അതായത് ഡ്യൂട്ടി ഡോക്ടർ അല്ലെ. നമ്മള് ഹോസ്പിറ്റലിലൊക്കെ അല്ലെങ്കിൽ തന്നെ ഓൾറെഡി പോകുമ്പോൾ എപ്പോഴും നൈറ്റിൽ പോയിട്ടുണ്ടെങ്കിലും പകലാണെങ്കിലും ഒരു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാകും ഇല്ലേ. കാഷ്വാലിറ്റിയിൽ എപ്പോഴും ഒരു ഡ്യൂട്ടി ഡോക്ടറിന്റെ സേവനം ഉണ്ടാകും ഇല്ലേ. പോകുമ്പോ കാണാറില്ലേ നിങ്ങള്, നൈറ്റ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അല്ലെ, അപ്പൊ നമ്മൾ പോകുമ്പോൾ ഒരു ഡ്യൂട്ടി ഡോക്ടർ അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചിലപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ആയിരിക്കാം. ഓക്കെ. അപ്പോ ICUയുടെ ഉള്ളിലും ഒരു ഡോക്ടറെ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നത്, ജൂനിയർ ഡോക്ടർ. അത് ഡേയിലുണ്ടാകും നൈറ്റിലുണ്ടായിരിക്കും. ഓക്കെ. Then the duty would include keeping patient record while in ICU and preparing summaries. ICUയില് ജൂനിയർ ഡോക്ടറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക, അതായത് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, അവരുടെ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുക. Then preparing summaries, ഓരോ പേഷ്യൻസിന്റെ സമ്മറി തയ്യാറാക്കുക അല്ലെ. സമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, പേഷ്യൻസിന്റെ അസുഖങ്ങളുടെയും അവരുടെ ട്രീറ്റ്മെന്റ്സിന്റെ വിവരങ്ങളൊക്കെ തയ്യാറാക്കുക. ഓക്കെ. ഇതാണ് അവരുടെ ഡ്യൂട്ടി. പേഷ്യന്റിനെ പരിചരിക്കുക എന്നുള്ളതല്ല, പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക, അതോടൊപ്പം തന്നെ സമ്മറി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. ഇത്രയുള്ള ജൂനിയർ റെസിഡന്റ് ഇൻ ICUവിന്റെ കാര്യം. ഓക്കെ. ഡേ ആൻഡ് നൈറ്റിൽ ഉണ്ടാകും, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ദെൻ പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക, സമ്മറി തയ്യാറാക്കുക. ഓക്കെ. പെട്ടെന്ന് വായിച്ചു നോക്കിയേ. Then next one, ICU admission criteria. ICUയുടെ പ്രവേശന മാനദണ്ഡം അല്ലെ, ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന്, ഒരു വ്യക്തിയെ നമ്മൾ ICUയിലോട്ട് പ്രവേശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന്. To optimize ICU resources and enhance outcomes, ICU admission should be guided on the basis of combination of factors. അല്ലെ. അപ്പൊ നല്ല രീതിയിൽ അത് ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കണം ICU റിസോഴ്സസുകൾ. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ നമ്മൾ ചുമ്മാ ICUയിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയോ? ഇല്ല. പല രീതിയിലുള്ള ടെസ്റ്റുകളും ആ ഒരു രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ പേഷ്യന്റിനെ ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോ എന്തെല്ലാമാണ് ഒരു പേഷ്യന്റിന് നമ്മൾ ICUയിലേക്കുള്ള അഡ്മിഷനുള്ള മാനദണ്ഡങ്ങൾ നോക്കാം. Prioritization in accordance with the patient's severity of illness. രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് അല്ലെ, അത്രയ്ക്ക് മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUയിൽ പ്രവേശിപ്പിക്കുന്നത്. അത്ര മോസ്റ്റ് ക്രിട്ടിക്കൽ ഒന്നല്ല, വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ നോർമൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കും, മെഡിസിൻസ് ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയല്ലേ? ഡോക്ടർ അറിയില്ല, നമ്മളുടെ അറിയില്ല ICUയിൽ കിടക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ചെറിയ എന്തെങ്കിലും അസുഖമാണെങ്കിലാണോ ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്? ആണോ? ICUവിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലോ അറ്റ്ലീസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ICUയിലാണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വിചാരിക്കുക, ആ പേഷ്യന്റിന് അപ്പൊ കുറച്ച് ക്രിട്ടിക്കൽ ആണ് ഇല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കാറ്? ആണോ? ICUവിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴാണ് പഠിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ നമ്മളുടെ അറിവിൽ ഇങ്ങനെ പേഷ്യന്റ് ICUയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരും, അപ്പൊ ഇത്തിരി ക്രിട്ടിക്കൽ ആണല്ലോ ഇല്ലേ, അങ്ങനെയല്ലേ വരാറ് നമുക്ക്. ഓക്കെ. അപ്പോ പേഷ്യന്റിന്റെ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഒരു മാനദണ്ഡം ചെയ്യാം. Then second one, specific patient needs such as life supportive therapies. ഇനി
ചില സ്പെസിഫിക് ആയിട്ടുള്ള പേഷ്യൻസിന് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആവശ്യമാണ് എന്നുള്ള പേഷ്യൻസ്. ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഒരു എക്സാമ്പിൾ പറയാമോ? ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പി ചിലപ്പോ ഓക്സിജൻ സിലിണ്ടർ അല്ലെ, ഓക്സിജൻ തന്നെ നമുക്ക് ശ്വസിക്കാൻ പറ്റാത്തൊരു പേഷ്യന്റ്, ഓക്സിജൻ സിലിണ്ടർ ആവശ്യമായേക്കാവുന്ന പേഷ്യൻസ്, അത്തരത്തിലുള്ള പേഷ്യൻസിലേക്ക് നമ്മൾ ICUയിൽ പ്രവേശിപ്പിക്കുന്നു. ദെൻ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗനിർണയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ പ്രോഗ്നോസിസ്, രോഗപ്രവചനം, ഇന്നതാണ് അസുഖം, പേഷ്യന്റിന് ക്രിട്ടിക്കൽ ആണ് അല്ലെ, നമ്മൾ രോഗത്തെ ഡോക്ടർ പ്രവചിച്ചതിന് ശേഷം ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. Then potential benefit from interventions. എന്താ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാല്? ഇന്റർവെൻഷൻസ് എന്ന് വെച്ചാൽ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇപ്പൊ ടെസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഒരു നെഞ്ചുവേദനയായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു വിചാരിക്കട്ടെ, അപ്പൊ തന്നെ ചിലപ്പോ ECG എടുത്തപ്പോൾ ഭയങ്കര വേരിയേഷൻ ഒക്കെ കാണിക്കുന്നു. സഡൻ നമുക്ക് എന്താണ് ICUയിൽ തന്നെ അഡ്മിറ്റ് ആക്കണമെന്ന് ഡോക്ടർ പറയുന്നു അല്ലേ. അപ്പൊ അതൊരു ഇടപെടലുകളാണ്, നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്, ടെസ്റ്റുകൾ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. പേഷ്യന്റിനെ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പൊ തന്നെ ആൾക്ക് ECG ചെയ്ത് നോക്കിയത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലും പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. ദെൻ ബെഡ് അവൈലബിലിറ്റി, ICUവിനുള്ള ബെഡ് അവൈലബിൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ അഡ്മിറ്റ് ചെയ്യാം. ICUയിൽ ഓൾറെഡി ഫിൽഡ് ആണെങ്കിൽ ആ പേഷ്യന്റിനെ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ഓൾറെഡി അവിടെ 3 ബെഡാണ് ഒരു ICUവിനുള്ളിൽ അവൈലബിൾ എന്ന് വിചാരിക്കാം. സോ ഓൾറെഡി അവിടെ ആ 3 ബെഡും പേഷ്യന്റ് ഉണ്ട്, ഫിൽഡ് ആണ്. നെക്സ്റ്റ് ഒരാൾക്ക് നമുക്ക് ICUയിലോട്ട് ഇനി അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആളെ എവിടെ കിടത്തും? ബെഡ് ഓൾറെഡി ഫില്ലാണ്, ബെഡ് അവൈലബിലിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റു ഹോസ്പിറ്റലുകളോട് ചിലപ്പോൾ ആളെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പൊ ബെഡ് അവൈലബിലിറ്റി നോക്കണം നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയയിൽ വരുന്നത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. പ്രയോറിറ്റൈസേഷൻ അല്ലെ, രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ട് ഒത്തിരി കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ളവർക്ക് മുൻഗണന കൊടുക്കുക. ദെൻ ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ്. ദെൻ ഡയഗ്നോസിസ്, രോഗനിർണയം രോഗപ്രവചനത്തിലൂടെയും. ദെൻ ഇന്റർവെൻഷൻസിലൂടെ PCG അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. ദെൻ ബെഡ് അവൈലബിലിറ്റി, അവിടെ ബെഡ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ICUയിൽ പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ അഡ്മിഷൻ ക്രൈറ്റീരിയ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, എന്തെറ്റി റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ? ഉറക്കത്തിലാണോ എല്ലാവരും? ഉറക്കത്തിലാണോ? ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ടാവും അല്ലേ? കുറച്ചു പേർക്കെങ്കിലും ഉറങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം. ഉറക്കത്തിലാണോ? ഇല്ല. ഓക്കെ, എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഉണ്ട്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പ്രവചനം. ഓക്കെ, പ്രവചിക്കാന്ന് വെച്ചാൽ പറയുക എന്നറിയില്ലേ? ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഈ പേഷ്യന്റിന് ഇനി ഇത്ര ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മേജർ സർജറി ചെയ്യണം, ഡോക്ടേഴ്സ് പറയില്ലേ നമ്മളോട്? പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഈ ഒരു ഉച്ച സമയമാണല്ലോ, അപ്പൊ അത് കേൾക്കാനും ICU പറഞ്ഞ ചാപ്റ്റർ ആണ് അല്ലേ? അതുകൊണ്ടാണോ റെസ്പോൺസ് ചെയ്യാത്തതാണ് ഞാൻ ചോദിച്ചത്. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഉണ്ട്. ഓക്കെ, ദെൻ ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ. ICUവിന്റെ ഉള്ളിലെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെ നമ്മളുടെ പുതിയ അറിവല്ലേ? ആണോ? നിങ്ങളുടെ പുതിയ അറിവാണോ? ICU എന്ന് പറഞ്ഞാൽ ആകെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് കിടക്കുന്ന ഒരു ഏരിയ ആണെന്ന് മാത്രം എല്ലാവർക്കും ചിലപ്പോൾ അറിയാം അല്ലേ? അതിലുപരി നമ്മൾ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ മറ്റുള്ളവരോട് നമുക്ക് പറയാലോ, ഞങ്ങൾ പഠിച്ചതാണത് അല്ലേ? ഓക്കെ, അപ്പൊ ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ഒരു ICUവിലുള്ള ഓരോ ദിവസത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ICU. കണക്ഷൻ വിത്ത് പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണമെന്ന്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് ലഭിക്കണമെങ്കിൽ പാരന്റ് യൂണിറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം. പാരന്റ് യൂണിറ്റ് എന്താ? പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? അതായത് ICUവിൽ കിടക്കുന്ന ഒരു ICUവിൽ കിടക്കുന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ, കൂടെ ഉണ്ടാവുന്ന ഒരാള് ബൈസ്റ്റാൻഡർക്കായിട്ട് ICUവിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു റൂം ഉണ്ടാകും ബൈസ്റ്റാൻഡർക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരുപാട് പേരുള്ള ചിലപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ ആയിരിക്കും, കൂടെയുള്ള ആള്, പേഷ്യന്റിന്റെ കൂടെയുള്ള റിലേറ്റീവോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ, അവർക്കുള്ള ഒരു തൊട്ടടുത്ത റൂം തന്നെ ആയിരിക്കും. അതിനെയാണ് പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാരന്റ് യൂണിറ്റ് ആയിട്ടുള്ള കണക്ഷൻ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും?
എന്തുകൊണ്ടായിരിക്കും ആലോചിച്ച് നോക്കിയേ. ബൈസ്റ്റാൻഡർക്ക് കിടക്കാനായിട്ടുള്ള ഒരു റൂം തൊട്ടടുത്ത് തന്നെ ICUയോട് ചേർന്നിട്ടുള്ള ഒരു റൂം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അപ്പൊ ആ റൂമായിട്ട് കണക്ഷൻ വേണം എന്ന് പറയുന്നത്? വിവരങ്ങൾ പറയാം അല്ലേ? പേഷ്യൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ പറയാനും ദെൻ ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു പേഷ്യൻസിന്റെ വിവരങ്ങൾ അപ്പൊ അറിയിക്കണം അല്ലേ? ഓരോരോ കാര്യങ്ങൾ അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. Then routine ICU rounds shall be held in morning 9 to 11 AM under whom patient is admitted. Underline round ചെയ്യാട്ടോ 9 to 11. 9 to 11 രാവിലെ 9 11 മണിക്കുമായിരിക്കും. 9 to 11 ആ സമയത്തിനിടയ്ക്ക് ആയിരിക്കും ICU റൗണ്ട്സ് റൂട്ടീൻ. അതായത് ഡോക്ടർ റൂട്ടീൻ റൗണ്ട്സിന് വരില്ലേ? ICU റൗണ്ട് എന്ന് പറയുന്നത് 9 to 11 ആണ്. The main decision regarding treatment is taken in these rounds. അപ്പോ ചികിത്സാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഒരു റൗണ്ട്സിൽ വരുന്ന ടൈമിലായിരിക്കും. Okay. Then the treatment initiated to patient is written by senior resident posted in the ICU. Extensive care is given to patient. രോഗിക്ക് വിപുലമായിട്ടുള്ള ഒരു പരിചരണം നൽകുന്നതും ദെൻ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നതും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും എഴുതുന്നതും സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ICUയിലെ സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ആയിരിക്കുന്നത്. സീനിയർ റെസിഡന്റ് ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ICU രജിസ്ട്രാർ ആണ് ICUന്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ റിട്ടേൺ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. കണക്ഷൻ വിത്ത് പാരന്റ് യൂണിറ്റുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരിക്കണം. ദെൻ ICU റൗണ്ട്സ് എന്ന് പറയുന്നത് മോർണിംഗ് 9 to 11 AM ആണ്. ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതും പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ എഴുതുന്നത് സീനിയർ റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാൻ പറയുന്നത് അടുത്തതിലേക്ക് പോകുന്നതിന് മുൻപ് ക്ലിയർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Okay, next one, discharge procedures. ഒന്നും കൂടി പറയണോ? ഏതായിരുന്നു? ശ്രദ്ധിച്ചില്ലേ പറഞ്ഞത്? ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഒരു പ്രാവശ്യം കൂടി പറയാട്ടോ. മാക്സിമം ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നോക്കാം. ICUവിന്റെ ഡേ ടു ഡേ കെയറിൽ പറയുന്നത് പാരന്റ് യൂണിറ്റ് ആയിട്ട് നല്ലൊരു പ്രോപ്പർ നെസസറി ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം എന്ന്. പാരന്റ് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ICUവിന്റെ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ കിടക്കാനായിട്ടുള്ള ഒരു റൂം, ICUവിനോട് ചേർന്നിട്ടുള്ള ഒരു റൂം ഉണ്ടായിരിക്കണം. പേഷ്യന്റിന്റെ വിവരങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ICU റൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 മണി തുടങ്ങി 11 മണി ഇതിനുള്ളിലായിരിക്കും ഡോക്ടർ റൗണ്ട്സിന് വരുന്നത്. ആ ഒരു ടൈമിലാണ് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ എടുക്കുന്നത്. ദെൻ ട്രീറ്റ്മെന്റ് എല്ലാം പേഷ്യന്റിന്റെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സീനിയർ റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡേ ടു ഡേയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന്. Patients who are recovered and are steady can be discharged. പേഷ്യന്റ് ഓൾറെഡി റിക്കവർ ആയി അല്ലെങ്കിൽ സ്റ്റഡി ആയി അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യാവുന്നത്. അസുഖമൊക്കെ മാറി ഓക്കെ ആണ് എന്നുള്ള പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യും. Patient in whom immediately threat is lessened but needs close observation can either be discharged to wards or intermediate care area depending on need of ICU beds. എന്താണ് രണ്ടാമതായിട്ട് പറയുന്നത്?
ഇപ്പോ പേഷ്യൻസിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പെട്ടെന്നുള്ള എന്താണ് അസുഖം കുറച്ച് കുറഞ്ഞു, തീവ്രത ഇത്തിരി കുറഞ്ഞു, അസുഖത്തിന്റെ തീവ്രത കുറഞ്ഞു, പക്ഷെ ഒരു ക്ലോസ് ഒബ്സർവേഷനും ആവശ്യമാണ്. മൊത്തമായിട്ട് മാറിയിട്ടില്ല, ആ ഒരു കുണ്ടെന്നൊരവസ്ഥയല്ല പേഷ്യൻസിന് അല്ലെ. ആ ഒരു കുണ്ടെന്നപ്പോ ഭയങ്കര ക്രിട്ടിക്കൽ ആയിരിക്കാം, ചിലപ്പോൾ അതിൽ നിന്നും തീവ്രത കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്താണ് നമ്മള് ആ പേഷ്യന്റിന് കുറച്ചും കൂടി ഒബ്സർവേഷൻ വേണം. അതുപോലെ തന്നെ എന്താണ് ICU ബെഡ്സ് അവൈലബിളും കൂടി നോക്കിയിട്ട്, ചിലപ്പോൾ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് അവിടെ വന്നിട്ടുണ്ടാവും, അപ്പൊ ഇയാളുടെ തീവ്രത കുറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ICUയോട് ചേർന്നിട്ടുള്ള വാർഡിലോ അല്ലെങ്കിൽ മറ്റ് ഇന്റർമീഡിയറ്റ് കെയർ, അതായത് ICUയോട് ചേർന്നിട്ടുള്ള റൂമിലോ അല്ലെങ്കിൽ വാർഡിലോ പ്രവേശിപ്പിക്കാവുന്നു, അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാവുന്നു. അതായത് തീവ്രത കുറഞ്ഞു, നമ്മൾ ഓൾറെഡി അപ്പോൾ തന്നെയുള്ള സഡൻ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറ്റം വന്നു, എങ്കിലും കുറച്ചും കൂടി ഒബ്സർവേഷൻ വേണം എന്നുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ICUവിന് അടുത്തുള്ള വാർഡിലേക്കോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ അടുത്തുള്ള റൂമിലേക്കോ മാറ്റുന്നു. ഓക്കെ, അപ്പോ ഇനി ഓൾറെഡി പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് ഡയറക്ട്ലി പേഷ്യന്റിനെ ICUവിൽ തന്നെ പ്രവേശിപ്പിക്കാം. ഓക്കെ, then patient in whom death is agreed to be inventing even if intensive care is continued again kept in ICU depending on availability of resources. നോക്കാം, ഇവിടെ പറയുന്നത് patient in whom death is agreed to be impending even intensive care. ഇനി ചില പേഷ്യൻസുകൾ ഉണ്ട്, നമ്മള് സാധാരണയായിട്ട് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, അപ്പോ ഓൾറെഡി ഹോസ്പിറ്റൽ ആണെങ്കിലും ഡോക്ടേഴ്സ് ആയാലും പരമാവധി ഒരു പേഷ്യന്റിന്റെ ജീവൻ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കും, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ശ്രമിക്കും. പക്ഷേ ചില പേഷ്യന്റ് എന്താ മെഡിസിനോട് പ്രതികരിക്കണില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, ഇല്ലേ, കേട്ടിട്ടുണ്ടോ? മാക്സിമം അവര് പറ്റാവുന്ന രീതിയിൽ പേഷ്യന്റിനെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും, അല്ലേ, എങ്കിലും ഒട്ടും തന്നെ പ്രതികരിക്കാത്തൊരു അവസ്ഥയൊക്കെ വരാം ചില പേഷ്യൻസിന്, അല്ലേ. കുറെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ കിടപ്പായിട്ടുള്ള രോഗികൾക്കും അങ്ങനെയുള്ളവരൊക്കെ ICUവിൽ പ്രവേശിപ്പിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തു, പക്ഷെ അങ്ങനെ കിടന്നത് കൊണ്ട് പ്രയോജനമില്ല, അല്ലേ. ചിലപ്പോൾ അവർക്ക് മരണം വരെ സംഭവിക്കാവുന്നത് ഇത് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും. അപ്പൊ ഡോക്ടേഴ്സ് പറയും നമ്മൾ അങ്ങനെ കിടത്തിക്കൊണ്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും, ഇല്ലേ. നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അറിയില്ലോ അങ്ങനെ ആരെങ്കിലും നമ്മൾ മാക്സിമം അവർ ശ്രമിക്കും. പിന്നെ ഒരു മെഡിസിനോട് പ്രതികരിക്കാതാവുകയോ അല്ലെങ്കിൽ ഇനി ഒരുപാട് ഏജിറ്റൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെ ഡോക്ടേഴ്സ് പറയാറുണ്ട് ICUവിൽ, അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ, നമുക്ക് മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസുകളും, അതായത് ICUവിൽ കഴിയുകയാണെങ്കിലും എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം എന്നുള്ള ഒരു തരത്തിലുള്ള പേഷ്യൻസിനെയും ഡോക്ടറിനെയും ഡിസ്ചാർജ് ചെയ്യുന്നു. മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഡിസ്ചാർജ് പ്രോസസ്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് റിക്കവറി ആയി, ഓൾറെഡി അസുഖമൊക്കെ മാറി ആൾ സ്റ്റഡി ആയെന്നുള്ളവരെ ഡിസ്ചാർജ് ചെയ്യുന്നു. സെക്കൻഡ് വൺ പറയുന്നത് പേഷ്യൻസ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ മാറി പക്ഷെ കുറച്ചും കൂടി ഒബ്സർവേഷൻ ആവശ്യമാണ് എന്നുള്ള പേഷ്യന്റിന് നമ്മൾ ICUവിന്റെ അടുത്തുള്ള വാർഡിലേക്കോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കെയറിലോ ഡിസ്ചാർജ് ചെയ്യുന്നു. ഇതിന്റെ ലാസ്റ്റ് വൺ പറയുന്നത് പേഷ്യന്റ് ഇപ്പോ ICUവിൽ ഓൾറെഡി അഡ്മിറ്റഡ് ആയി ICUവിൽ തന്നെ കഴിയുകയാണെങ്കിലും ട്രീറ്റ്മെന്റിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല, അങ്ങനെ തന്നെ തുടരുന്നതാണ്, ഭാവിയിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള പേഷ്യൻസിനെയും ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ക്ലിയർ ആണോ ഡിസ്ചാർജ് പ്രോസസ്? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഡിസ്ചാർജ് പ്രോസസ് 3 പോയിന്റ് വായിച്ചു നോക്കാം.
ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. Responsibilities of in charge of ICU. ICU in charge-നെ കുറിച്ചാണ് നമ്മൾ ഇത് നോക്കുന്നത്. ICU in charge-ന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. പോയിന്റുകളാണ്. അപ്പൊ അത് അതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ പോയിന്റ്സുകൾ. Is representative for unit in administrative. അഡ്മിനിസ്ട്രേറ്റീവിലെ യൂണിറ്റിന്റെ അതായത് ICU എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണ് ICU ഇൻചാർജ്. ആ ഒരു യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. പരിചരണത്തിന്റെ ഒരു ക്ലിനിക്കൽ കെയറിന്റെ ഒരു തുടർച്ച നൽകുന്നു പേഷ്യന്റിന് പരിചരണം കൊടുക്കുന്നുവെന്ന്. അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instructions not only regarding patient care but also for use of unfamiliar equipment. Arranging teaching supervision of junior staff. അവരുടെ കീഴിലുള്ള ജൂനിയർ സ്റ്റാഫിന് ഒരു സൂപ്പർവിഷൻ ഒക്കെ കൊടുക്കുന്നു, മേൽനോട്ടം വഹിക്കുന്നു, ഇൻസ്ട്രക്ഷൻസുകളൊക്കെ കൊടുക്കുന്നു. അവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ പേഷ്യൻസിന് പരിചരണം കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു മേൽനോട്ടവും ടീച്ചിങ് ഒക്കെ കൊടുക്കുന്നു, ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. അത് മാത്രമല്ല അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ് നമ്മൾ പറഞ്ഞു ICUയിൽ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ അവർക്ക് അറിയില്ലാത്ത പുതിയ എക്യുപ്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. Then is responsible for purchasing and servicing ICU equipments. ഇനി ICUനുള്ളിലുള്ള എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും സർവീസസ് ചെയ്യാനുണ്ടെങ്കിൽ സർവീസിങ്ങിനും അതോടൊപ്പം തന്നെ പുതിയ എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യുക. അത് ICU ഇൻചാർജിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ICU എക്യുപ്മെന്റ്. Should initiate research and be recognized as an authority. ഒരു അതോറിറ്റി എന്ന നിലയിൽ എന്താണ് ഗവേഷണങ്ങളൊക്കെ നടത്തുകയാണ്. അതായത് ഗവേഷണം നടത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ICUയിൽ വരുന്ന പേഷ്യൻസിന്റെ രോഗത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളും അതിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണ്. Should review all treatment regimen with staff. Regimen എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എല്ലാ ചികിത്സ മീൻസ് ഒരു ജീവനക്കാരുടെ എന്താണ് റിവ്യൂ അവലോകനം ചെയ്യുകയാണ്. സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, ജീവനക്കാരുടെ ഒരു എന്താ ചിട്ടയോടുകൂടി തന്നെ എല്ലാ സ്റ്റാഫുകളുടെയും കാര്യങ്ങൾ ഒരു അവലോകനം ചെയ്യുകയാണ്. സ്റ്റാഫുകൾ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചികിത്സയൊക്കെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചിട്ടയോടുകൂടി തന്നെയാണോ എന്നൊക്കെ ഒരു അവലോകനം റിവ്യൂ നടത്തുകയാണ്. ഓക്കെ, ഇൻചാർജ് ആണല്ലോ, അപ്പൊ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള് നല്ല രീതിയിലാണോ പേഷ്യന്റിന് പരിചരണം നൽകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സൂപ്പർവിഷൻ പോലെ ചെയ്യുക. ഓക്കെ, അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജിങ് ICU ആണ്. കുറച്ച് പോയിന്റ്സുകൾ അധികം ഉണ്ട്, അപ്പൊ അത് പഠിക്കണം എന്തായാലും കേട്ടോ. കാരണം ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് ചിലപ്പോ who is responsible for purchasing and servicing of ICU equipment അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ. അപ്പൊ ഇടയ്ക്കുന്ന ചിലപ്പോ ഏതെങ്കിലും ഒരു പോയിന്റ് ഇട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അതുകൊണ്ട് എല്ലാ പോയിന്റ്സും അറിഞ്ഞിരിക്കാം. ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മനസ്സിലാക്കി പഠിച്ചിരിക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. മാക്സിമം അവര് ഷോർട്ട് ആക്കിയിട്ടാണ് ടെക്സ്റ്റിലെ പോയിന്റ് തന്നിരിക്കുന്നത്. അപ്പൊ അത് അതുപോലെ തന്നെ പഠിക്കാം. ലാസ്റ്റ് രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് റിസർച്ചർ ഒരു അതോറിറ്റി എന്ന നിലയിൽ റിസർച്ചുകൾ ഇനിഷ്യേറ്റ് ചെയ്യാണ്. അതായത് പുതിയ അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ റിസർച്ച് എന്ന് പറഞ്ഞത് അതാണ്. മറ്റു റിസർച്ചുകളിലോട്ടൊന്നും പോകണ്ട.
പുതിയ പുതിയ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള റിസർച്ചുകളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുക. Then last one should review all treatment regimen with staff. അതായത് എല്ലാ ചികിത്സാ റെജിമെന്റ്സുകളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിട്ടയായിട്ട് എല്ലാ ചികിത്സകളുടെയും സ്റ്റാഫ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയാണ്. ട്രീറ്റ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നൽകുന്നുണ്ടോ, ഇൻചാർജ് ആണല്ലോ, അപ്പൊ തന്റെ കീഴിലുള്ള സ്റ്റാഫ് നല്ല രീതിയിലുള്ള പരിചരണം ഒക്കെ കൊടുക്കുന്നുണ്ടോ പേഷ്യൻസിന് ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് റിവ്യൂ ചെയ്യുക, അവലോകനം ചെയ്യുക. Okay. Next one നോക്കാം. The hospital administration should ensure. എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പു നൽകേണ്ട കാര്യങ്ങൾ? Okay. And suitable environment for patient safety. പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നല്ലൊരു അന്തരീക്ഷം തന്നെ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Sufficient resources in good working condition. റിസോഴ്സസ് ഉദ്ദേശിക്കുന്നത് എക്യുപ്മെന്റ്സുകളൊക്കെ ആകാട്ടോ. സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ, അത് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം. എല്ലാം വർക്കബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യുക. Then ample number of skilled medical and nursing team. Ample എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം, ആവശ്യത്തിലധികം സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കണം. Standards of care that include proper referral system. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കുക, അതിലൊരു പ്രോപ്പർ റെഫറൽ സിസ്റ്റം കൂടി ഉൾപ്പെടുത്തുകയാണ്. റെഫറൽ സിസ്റ്റം എന്ന് വെച്ചാൽ നല്ലൊരു ഫോളോ അപ്പുകളൊക്കെ കൊടുക്കുകയാണ്. ഇപ്പൊ പേഷ്യന്റ് വന്നിട്ട് നമ്മള് 1 month കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫോളോ അപ്പ് ഒക്കെ കൊടുക്കുമല്ലോ, അങ്ങനെ ഫോളോ അപ്സുകൾ കൂടി കൊടുക്കുക. Ensure quality assurance programs. അഷുറൻസ് എന്ന് വെച്ചാൽ ഉറപ്പാക്കുന്നതാണ്, നല്ല ക്വാളിറ്റി പ്രോഗ്രാംസുകൾ ഉറപ്പുവരുത്തുകയാണ്. അതായത് ക്യാമ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. അഡ്മിഷനും അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പോളിസി, ഒരു നയങ്ങളും നടപടിക്രമങ്ങളൊക്കെ കൊണ്ടുവരിക. അല്ലാതെ ഒരു എന്താ പറയാ, ഒരു സ്ട്രക്ചർ ഇല്ലാത്ത രീതിയിലല്ല അഡ്മിഷൻ ഇത്ര കാര്യങ്ങൾ പ്രോസസ്സ് വേണം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും പ്രോസസ്സുകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്റർ ഒക്കെ വരുന്നുണ്ട്, അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ പ്രോസസ്സുകൾ. ഓക്കെ, അപ്പൊ പോയിന്റുകളാണ്, പോയിന്റുകൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യണ്ടെന്നല്ല, ചെയ്താൽ കുഴപ്പമില്ല, മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചും കൂടി മൈൻഡിൽ നമുക്ക് എപ്പോഴും നിൽക്കും. ഇതുപോലെ ഒത്തിരി പോയിന്റ്സുകളൊക്കെ വരുമ്പോഴേ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പോയിന്റ്സുകൾ? Okay, then next one, duties of ICU secretary. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ICU സെക്രട്ടറി, അടുത്ത പേഴ്സൺ ആണ്. ഇത് രണ്ടും നമ്മൾ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, കേട്ടോ. ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്. A unit secretary in the ICU is normally first person whom family members and visitors meet when coming to the ICU. അതായത് ഐസിയുലേക്ക് കിടക്കുന്ന പേഷ്യൻസിനെ കാണാൻ വരുന്ന ഫാമിലി മെമ്പേഴ്സും വിസിറ്റേഴ്സും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ICU സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. സോ അദ്ദേഹമാണ് ICUലെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് പേഷ്യന്റിനെ കാണാൻ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന വ്യക്തിയാണ് ICU സെക്രട്ടറി. ഓക്കെ, then
Attend calls and pass on messages properly. ICU യിലെ കോൾസുകൾ അറ്റൻഡ് ചെയ്യുന്നതും മെസ്സേജസുകൾ പാസ് ചെയ്യുന്നതും ICU സെക്രട്ടറി ആണ്. Accountable for greeting them and listening to determine what the client requires. Accountable for greeting them, പേഷ്യന്റിനെ സ്വാഗതം ചെയ്യുന്നതും then listening to determine what the client requires. ക്ലയന്റ് ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ അത് കേൾക്കാനും അദ്ദേഹം ബാധ്യസ്ഥനാണ്. The secretary is liable to answer. Liable എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാധ്യസ്ഥനാണ്. Liable to answer basic questions and provide general information such as visiting hours for the ICU. സെക്രട്ടറി ബാധ്യസ്ഥനാണെന്ന് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ പറയാൻ, അതായത് പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനോ വിസിറ്റേഴ്സിനോ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കണം. ദെൻ ജനറൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ പറയുക, അതുപോലെ തന്നെ വിസിറ്റിംഗ് അവേഴ്സ് അല്ലെ, ICUയിലുള്ള ടൈം എങ്ങനെയാണ് അനുവദിച്ചിരിക്കുന്നത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ICU സെക്രട്ടറി ആയിരിക്കും. If cannot provide information concerning the medical status of a patient, the secretary who helps point the customer in the right direction and refer them to other staff member if needed. അതായത് if cannot provide information concerning medical status of patient, ഇനി അദ്ദേഹത്തിന് ചിലപ്പോ പേഷ്യന്റിന്റെ മെഡിക്കൽ സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് പറയാൻ പറ്റിയില്ല എങ്കിൽ, ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ശരിയായിട്ടുള്ള ഒരു ഡയറക്ഷനും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് സ്റ്റാഫ് മെമ്പറിനെ കൂടി ഹെൽപ്പ് തേടാവുന്ന അദ്ദേഹത്തിന്. ICUയിലെ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനെ കൂടി ഹെൽപ്പ് തേടാവുന്ന ആവശ്യമെങ്കിൽ. Then perform clerical task. Update bed status in computer. ക്ലറിക്കൽ ടാസ്കുകളൊക്കെ കൈകാര്യം ചെയ്യുക. ക്ലറിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓഫീസുപരമായിട്ടുള്ള കാര്യങ്ങളും റെക്കോർഡുകളും ചാർട്ടുകളൊക്കെ തയ്യാറാക്കുക. ദെൻ ബെഡിന്റെ ബെഡ് സ്റ്റാറ്റസ്, ബെഡ് അവൈലബിലിറ്റി ഒക്കെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുക. മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യൻസിന്റെ റെക്കോർഡുകളും ഫയൽസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. ICU പോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കും. കുറച്ചധികം ഉണ്ട് സെക്രട്ടറി. ഒരു കാര്യം പ്രത്യേകം പറയാം, ICU ഇൻചാർജും സെക്രട്ടറിയും തമ്മിൽ മാറിപ്പോകരുത്, കാരണം കൺഫ്യൂഷൻ വരാം ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ അത് കൃത്യമായിട്ടും പഠിച്ചു വെക്കാം. അതുകൊണ്ടാണ് ഞാൻ ബൈ ഹാർട്ട് ചെയ്യുന്നതിലുപരി മനസ്സിലാക്കി പഠിക്കാൻ പറയുന്നത്. കാരണം സെക്രട്ടറിയുടെ ചിലപ്പോ ഡ്യൂട്ടി ആയിരിക്കും നിങ്ങൾ ഓർക്കുന്നത് ഇൻചാർജ് എന്നായിരിക്കും. അപ്പൊ അത് പ്രത്യേകം കുറച്ച് ശ്രദ്ധയോടുകൂടി സമയം എടുത്ത് മനസ്സിലാക്കി പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ഇൻചാർജും സെക്രട്ടറിയും തമ്മിൽ ഏകദേശം പോയിന്റ്സുകളൊക്കെ വായിച്ചപ്പോ കുറച്ച് സിമിലാരിറ്റി ഒക്കെ തോന്നിയോ? ഒരു സിമിലാരിറ്റി ഇല്ലേ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കേട്ടോ? അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കാം. ബൈ ഹാർട്ട് ചെയ്യുന്നതിലുപരി മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. നമ്മളുടെ ICU എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇനി ലേബർ റൂം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 2 ലേബർ റൂം ആയിരിക്കും ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ICU തമ്മിൽ ചാപ്റ്റർ ഓക്കെ ആണോ? പഠിക്കുന്നുണ്ട് എല്ലാവരും? മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യണില്ലേ കൃത്യമായിട്ട്? മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ പഠിക്കാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ICUവിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം, എന്നിട്ട് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ICU നന്നായിട്ട് നോക്കുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ എല്ലാവരും? ചാപ്റ്റർ വായിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി വെക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. താങ്ക് യു.